ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാൻ മറിയം സുബി. ലൈഫ് സ്കിൽസിനെ കുറിച്ചുള്ള ഈ വീഡിയോ സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രശസ്ത അമേരിക്കൻ ഫ്യൂച്ചറിസ്റ്റായ ആൽഫിൻ ടോഫ്ലർ ഫ്യൂച്ചർ ഷോക്ക് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ദ ഇല്ലിറ്ററേറ്റ് ഓഫ് ദ 21st century will not be those who cannot read and write, but those who cannot learn, unlearn and relearn. 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള ഈ ലോകത്ത് ആരാണ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളത്? തീർച്ചയായും എഴുത്തും വായനയും അറിയാത്തവരല്ല, മറിച്ച് ലേൺ, അൺലേൺ ആൻഡ് റീലേൺ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ സാധിക്കാത്തവരാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആവശ്യമുള്ളതിനെ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ പഠിക്കാം. ഓരോ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുകളും ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത് ഓരോരോ വലിയ വലിയ മാറ്റങ്ങൾ തന്നെയാണ്. നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനകളാണ് AI-യും IoT പോലുള്ള കാര്യങ്ങൾ. ഇത്തരം മാറ്റങ്ങളോടൊപ്പം തന്നെ നമ്മുടെ പഠന രീതികളിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. WHO റെക്കമെൻഡ് ചെയ്തിട്ടുള്ള 10 കോർ ലൈഫ് സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 10 ലൈഫ് സ്കിൽസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അതിനെ സോഷ്യൽ സ്കിൽസ്, തിങ്കിങ് സ്കിൽസ്, എമോഷണൽ സ്കിൽസ് എന്നിങ്ങനെ 3 തരംതിരിക്കാം. എന്തൊക്കെയാണ് സോഷ്യൽ സ്കിൽസ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, എംപതി, സെൽഫ് അവെയർനെസ് എന്നിങ്ങനെ അതിനെ 4 തരംതിരിക്കാം. ദെൻ തിങ്കിങ് സ്കിൽസ്. തിങ്കിങ് സ്കിൽസിൽ ഉൾപ്പെടുന്നത് പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിറ്റിക്കൽ തിങ്കിങ്. അടുത്തതായിട്ട് എമോഷണൽ സ്കിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോപ്പിംഗ് വിത്ത് എമോഷൻസ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. ഇത് രണ്ടുമാണ് എമോഷണൽ സ്കിൽസിൽ ഉൾപ്പെടുന്നത്. ഇവ ഓരോന്നും എന്താണെന്നും അത് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോസ്.